ഹലോ, കുറച്ചായില്ലേ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് അടിപൊളി അവിയലുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ സാധാരണ ഇങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് പച്ചക്കറികൾ വെച്ചിട്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, കായ, ഇളവൻക, പിന്നെ 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരു കാണും. നമ്മളെ വീട്ടിലും ചക്കക്കുരു ഉള്ളതുകൊണ്ട് ചക്കക്കുരു എടുത്തു. പിന്നെ അച്ചിങ്ങ പയറിൻ്റെ കുരു എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ ചിലപ്പോൾ ഇത് ഒലത്താറുണ്ട്. ഇപ്പം നമ്മൾ അവിയലിൽ ചേർത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് കുക്കറിൽ 2 വിസിൽ അടുപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിലൊരു മിക്സിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയിലേക്ക് നമുക്ക് 2 അല്ലി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നല്ല ജീരകം. ഇവിടെ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് നമ്മൾ കുറച്ച് കൂടുതൽ നല്ല ജീരകം ചേർക്കുന്നത്. പിന്നെ കറിവേപ്പില കൂടെ ചേർത്ത് അത്യാവശ്യം വേണ്ട മഞ്ഞൾപ്പൊടി ചേർക്കുക. ഞാൻ പച്ചക്കറിയിൽ മഞ്ഞൾപ്പൊടി ചേർത്തില്ല, അത് കാരണമാണ് ഞാൻ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേർത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് തൈര് ചേർക്കാം. പച്ചക്കറിയിൽ തൈര് ചേർക്കാം, അല്ലെങ്കിൽ അരപ്പിൽ തൈര് ചേർക്കാം. ഞാൻ അങ്ങനെ തൈര് ചേർക്കാറില്ല, വല്ലപ്പോഴും ചേർക്കും. ഇന്ന് എന്തായാലും ഞാൻ ചേർത്തിട്ടില്ല. ഇത് നമ്മുടെ പച്ചക്കറി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനൊരു കയ്യിൽ ഫോണും ഇപ്പുറത്തെ കൈ വെച്ചിട്ട് എനിക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകാരണം ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ടാട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ തേങ്ങ ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കണം. ചൂടായി കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ അവിയൽ റെഡിയാവും. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് സാമ്പാർ, ഇന്നലത്തെ കേരക്കറി, പിന്നെ മുട്ട പൊരിച്ചത് വിത്ത് അവിയൽ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നോർമലി എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ, ടാറ്റാ.